ശബരിമലയിലെ ശ്രീകോവിൽ കവാടത്തിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ നിന്നും സ്വർണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ്. ഇപ്പോൾ ശബരിമലയിലുള്ള കട്ടിളപ്പാളികൾ യഥാർത്ഥ ചെമ്പുപാളികൾ തന്നെയാണെന്നും എന്നാൽ അവയിലെ സ്വർണത്തിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടായതായും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞർ SITക്ക് മൊഴി നൽകി. രാസപ്രക്രിയയിലൂടെ സ്വർണം വേർതിരിച്ചെടുത്തതിനാൽ പാളികളുടെ ഘടനയിൽ മാറ്റം വന്നതായും മർക്കുറി ഉൾപ്പെടെയുള്ള രാസലായനികളുടെ സാന്നിധ്യം കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതൊരു വെറും മോഷണമല്ലെന്നും ദേവസ്വം സ്വത്തുക്കൾ ആസൂത്രിതമായി കൊള്ളയടിച്ചതാണെന്നും കേരള ഹൈക്കോടതി നിരീക്ഷിച്ചു. ഈ കേസിൽ ഇതുവരെ തന്ത്രി കണ്ഠരര് രാജീവര്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയ 13ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം ലഭിച്ചു. ഇതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസ് നടത്തിപ്പിനായി അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിക്കുകയും വിവിധ സ്ഥലങ്ങളിലായി 21 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തുകയും ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.